നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തളിക്കുളത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയെ കാണാതായി. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് എടത്തുരുത്തി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ ആനയൂട്ട് ഭക്തി നിർഭരമായി നടന്നു. വാടാനപ്പള്ളിയിൽ കുടുംബത്തിനെതിരെ മന്ത്രവാദം ചെയ്തെന്ന് ആരോപിച്ച് അമ്മയെ ആക്രമിച്ചു കൈ തല്ലിയൊടിച്ച കേസിൽ മകൻ അറസ്റ്റിൽ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക ദിനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. വാർത്തകൾ വിശദമായി. തളിക്കുളത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയെ കാണാതായി. വാടനപ്പള്ളി കമല നെഹ്റു സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി 15 വയസ്സുള്ള നാദിർഷയാണ് കാണാതായത്. തളിക്കുളം പത്താങ്കല്ലിൽ പടിഞ്ഞാറ് ഭാഗം വാലിപ്പറമ്പിൽ സലീമിന്റെ മകനാണ് നാദിർഷ. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ കൂട്ടുകാരനോടൊപ്പം തമ്പാൻകടവ് ഓഹോ ബീച്ചിനടുത്ത് കടപ്പുറത്ത് എത്തിയതാണ് ഈ കുട്ടി. കുളിക്കാനിറങ്ങിയ ഉടനെ തന്നെ നാദിർഷയെ കാണാതാവുകയായിരുന്നു. പോലീസും ഫയർഫോഴ്സും കോസ്റ്റൽ പോലീസും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടും തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. ഗീതാഗോപി MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് എടത്തുരുത്തി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ ആനയൂട്ട് ഭക്തി നിർഭരമായി നടന്നു. ചടങ്ങുകളുടെ ഭാഗമായി രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഭഗവത് സേവ, ആനയൂട്ട് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി തളനല്ലൂർ പടിഞ്ഞാറമന ബ്രഹ്മശ്രീ പത്മനാഭൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ദേവസ്വം ഓഫീസർ T സുരേഷ് കുമാർ, ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ സന്തോഷ് മാരാത്ത്, സുജിത് പാറയിൽ, ശാലിഷ് കോമാത്ത്, സജീവ് കരാനി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ആഗസ്റ്റ് 15-ന് രാവിലെ 9 മണിക്ക് ക്ഷേത്രത്തിൽ ഇല്ലനിറ ചടങ്ങ് നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. വാടാനപ്പള്ളിയിൽ കുടുംബത്തിനെതിരെ മന്ത്രവാദം ചെയ്തെന്ന് ആരോപിച്ച് അമ്മയെ ആക്രമിച്ചു കൈ തല്ലിയൊടിച്ച കേസിൽ മകൻ അറസ്റ്റിൽ. വയോധികയായ മാതാവിനെ ക്രൂരമായി ആക്രമിച്ച് ഇടതുകൈ തല്ലിയൊടിച്ച സംഭവത്തിൽ മകൻ അറസ്റ്റിൽ. ചേറ്റുക ഏങ്ങടിയൂർ സ്വദേശിനി 71 വയസ്സുള്ള തുളസിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് മകൻ മനോജിനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. വധശ്രമത്തിനാണ് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. 2026 ജൂലൈ 6-ന് രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. മനോജിന്റെ കുടുംബത്തിനുണ്ടായ ദുരിതങ്ങൾക്ക് കാരണം അമ്മയായ തുളസി മന്ത്രവാദം ചെയ്തതാണെന്നാണ് ആരോപിച്ചായിരുന്നു ആക്രമണം. ചേറ്റുവയിലുള്ള തറവാട് വീട്ടിൽ കസേരയിൽ ഇരിക്കുകയായിരുന്ന തുളസിയെ പ്രതി ബലം പ്രയോഗിച്ച് താഴെയിടുകയും കൈകൾ കൊണ്ട് മർദ്ദിക്കുകയും കാലുകൊണ്ട് ചവിട്ടുകയും ചെയ്തു. കൂടാതെ ഇടതുകൈ പിടിച്ച് തിരിച്ച് ഒടിക്കുകയും അരയിൽ കുരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കഴുത്തിൽ കുത്തിക്കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. മനോജ് 2025 വർഷം വീട്ടിൽ വെച്ച് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും 2024 വാർഡ് മെമ്പറെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലും പ്രതിയാണ്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ SI ലാൽസൺ, ASI ഖാജ ഹുസൈൻ, ഗ്രേഡ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മഹേഷ്, സിവിൽ പോലീസ് ഓഫീസർ നിഷാദ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക ദിനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന അനുസ്മരണ പരിപാടി പുഷ്പാർച്ചനയും DCC ജനറൽ സെക്രട്ടറി VR വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് AN സിദ്ധപ്രസാദ്, CS മണികണ്ഠൻ, P വിനു, മധു അന്തിക്കാട്ട്, AK വാസൻ, മണികണ്ഠൻ CK, മുഹമ്മദ് അലി തൃപ്പയാർ, രാജൻ കുരുടിയാറ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ ജനകീയ നേതാവും ആയിരുന്ന ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക ദിനാചരണം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടത്തി. പുഷ്പാർച്ചനയോടെ തുടങ്ങിയ യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. CMP ജില്ലാ കമ്മിറ്റി മെമ്പർ PB രമേശ്, കോൺഗ്രസ് നേതാക്കളായ MP സജീവൻ, രാമൻ നമ്പൂതിരി, MK ചന്ദ്രൻ, ഹബീബുള്ള, EM ബഷീർ, KN വേണുഗോപാൽ, പ്രമോദ് കടിമംഗലത്ത്, റഷീദ് താനി, ഷിബിദ സലീഷ് എന്നിവർ പ്രസംഗിച്ചു.
2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം വിദ്യാലയ മുറ്റത്തേക്ക് എത്തിച്ച് HSS ചന്ദ്രാപിന്നി സംഘടിപ്പിച്ച സ്വപ്ന ഫൈനൽ ശ്രദ്ധേയമായി. ലോകകപ്പ് ഫൈനലിലെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനും ഏറ്റുമുട്ടുന്ന സാങ്കല്പിക പോരാട്ടം വിദ്യാർത്ഥികൾക്കായി പുനഃസൃഷ്ടിച്ചാണ് സ്കൂൾ പരിപാടി സംഘടിപ്പിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി ഒരാഴ്ചയായി നടന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ 24 ടീമുകൾ പങ്കെടുത്തു. ആകെ 20 മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത്. ടൂർണമെന്റിന്റെ സമാപനമായാണ് അർജന്റീനയുടെയും സ്പെയിനിന്റെയും ജേഴ്സി അണിഞ്ഞ വിദ്യാർത്ഥികൾ സ്വപ്ന ഫൈനൽ കളത്തിലിറങ്ങിയത്. സ്വപ്ന ഫൈനലിന്റെ ഉദ്ഘാടനം കൈപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KT ബിജിത്ത് നിർവഹിച്ചു. PTA പ്രസിഡന്റ് AV പ്രതിഭലാൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപകൻ KS കിരൺ, കൈപ്പമംഗലം SI KU സജീഷ്, അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ VB സജിത്, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ KS ബിന്ദു, SRG കൺവീനർ ബിജു മോഹൻ ബാബു, കായിക അധ്യാപകൻ TN സിജിൽ എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ മുഹമ്മദ് സുഹൈൽ, PA ഹനീൻ, MS സുജയ്, TT പ്രസൂൽ, VA സ്വാദിൽ, KG സജിത് എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. സർക്കാർ കൂടി ചേർന്ന് നടത്തുന്ന ഒരു പദ്ധതിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ലഹരിക്കെതിരെയുള്ള ലഹരി മരുന്നുകൾക്കെതിരെയുള്ള ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിക്കാൻ ഞങ്ങളുടെ കൂടെ നിങ്ങളും ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലഹരിക്കെതിരെ ഒന്നും വേണ്ട, നിങ്ങളെല്ലാവരും ഒന്ന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയാൽ തന്നെ ലഹരി ഇല്ലാതായിക്കോളും. ഫുട്ബോളിനോടാവട്ടെ ലഹരി, ക്രിക്കറ്റിനോടാവട്ടെ, കളികളോടാകട്ടെ, നിങ്ങൾ ഗ്രൗണ്ടിനെ സ്നേഹിക്കൂ. ഗ്രൗണ്ടിലേക്ക് നിങ്ങൾ ഇറങ്ങിയാൽ തന്നെ ഇവിടെ ലഹരിയൊക്കെ തനിയെ ഇല്ലാതായിക്കോളും. അപ്പം ഈ ഫുട്ബോൾ മാമാങ്കത്തിന് വളരെ ആവേശകരമായി കാത്തിരിക്കുകയാണ് എല്ലാ കുട്ടികളും. അതുകൊണ്ട് ഈ ഉച്ച സമയത്ത് ഞാൻ കൂടുതൽ സംസാരിച്ച് സമയം പോകുന്നില്ല. 3 പീടിക ഇരിങ്ങാലക്കുട റോഡിൽ പെരിമംഗലത്തെ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് കടയിലേക്ക് ഇടിച്ചു കയറി അപകടം. 3 പീടിക ഇരിങ്ങാലക്കുട സംസ്ഥാന പാതയിൽ കാക്കാതുരുത്തി പള്ളിവളവിനടുത്ത് നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് ഇലക്ട്രിസിറ്റി പോസ്റ്റ് തകർന്നു. കാർ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രി 10:30 കാക്കാതുരുത്തി പള്ളിവളവിന് പടിഞ്ഞാറ് ഭാഗത്താണ് അപകടമുണ്ടായത്. ഇരിങ്ങാലക്കുടയിൽ പോയി മടങ്ങുകയായിരുന്ന പെരിഞ്ഞണം സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. പോസ്റ്റ് ഇടിച്ചു തകർത്ത കാർ സമീപത്തെ തമാം പാലസ് എന്ന കടയിലേക്കും ഇടിച്ചു കയറി. കടയ്ക്കും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡും ചാമക്കാല ഒയാസിസ് ആയുർ ക്ലിനിക്കും സംയുക്തമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ രശ്മി ശ്രീജിത്ത് അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കറിയ മുഖ്യാതിഥിയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുരേഷ് കൊച്ചുവീട്ടിൽ, അൻസാമോൾ, മണി ഉല്ലാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫാത്തിമ അനസ്, പഞ്ചായത്ത് അംഗങ്ങളായ ലുബ്ന ചിനൂബ്, സന്ധ്യ രവീന്ദ്രൻ, PM സൈനുദ്ദീൻ, CDS അംഗം ഫിലോമിന ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഔഷധക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. കർക്കിടക മാസത്തിൽ തന്നെയാണ് കൂടുതൽ മഴയുണ്ടാകുന്നത്, ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ഉണ്ടാകുന്നതും അതോടൊപ്പം തന്നെ മനുഷ്യന് പഞ്ഞമുണ്ടാകുന്നതും തൊഴിൽ ഏറ്റവും കുറവ്, സാധാരണക്കാരായ ആളുകൾക്ക് ജോലിയില്ലായ്മ, അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരു കാലമാണ്. വെള്ളം വരും, മഴ വന്നാൽ വെള്ളക്കെട്ടുണ്ടാകും. അതിൻ്റെ ഭാഗമായി കൊതുകുകളും സാധാരണ മനുഷ്യൻ കണ്ടുവരുന്ന ജലജന്യ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. പനി, ജലദോഷം ഉൾപ്പെടെയുള്ളവയെല്ലാം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്ന മലയാളികളുടെ ഈ ജൂലൈ ഓഗസ്റ്റ് കാലഘട്ടം എന്ന് പറയുന്നത്. ഈ സന്ദർഭത്തിൽ ആളുകൾക്ക് ആരോഗ്യപരമായ സുരക്ഷയും സംരക്ഷണവും കൊടുക്കുന്നത് പഞ്ചായത്തിൻ്റെയും ഭരണകൂടങ്ങളുടെയും മാത്രം ഉത്തരവാദിത്തമല്ല, അതോടൊപ്പം തന്നെ എല്ലാ സാമൂഹിക ചിന്തയുള്ള ആളുകളെയും കൂടി ഉത്തരവാദിത്തമാണ്. കോൺഗ്രസ് കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. DCC ജനറൽ സെക്രട്ടറി CJ പോൾസൺ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KV അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു. DCC അംഗം CJ ജോഷി, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ സുരേഷ് കൊച്ചുവീട്ടിൽ, അനസ് അബൂബക്കർ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജിനൂബ് അബ്ദുറഹ്മാൻ, PN ദാസൻ, ദിവാകരൻ കുറുപ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അതുപോലെ തന്നെ കേരളത്തിലെ നമുക്ക് അഭിമാനപൂർവ്വം പറയാവുന്ന വിഴിഞ്ഞം പദ്ധതിയും, അതുപോലെ തന്നെ നമ്മുടെ കൊച്ചി മെട്രോയും കണ്ണൂർ എയർപോർട്ടൊക്കെ അടക്കമുള്ള നമ്മുടെ ഭാവി വികസന പദ്ധതികളൊക്കെ തന്നെ അടിത്തറ പാകിയ മുഖ്യമന്ത്രി. ഇങ്ങനെയൊക്കെയും അതുപോലെ തന്നെ സാധാരണക്കാരുടെ വിഷയങ്ങളും സാധാരണക്കാരുടെ പ്രശ്നങ്ങളും ഒരു കോൺഗ്രസ്സുകാരുടെ വിഷയങ്ങൾ വന്നാൽ പോലും ഇതൊക്കെയും അതിനുവേണ്ടി ഏത് രാവും പകലും മെനക്കെടാൻ വേണ്ടി നിൽക്കുന്ന ആള്. ഒരു രോഗി
അത്യാസന്ന നിലയിൽ കിടക്കുമ്പോൾ അതിനുവേണ്ടി രാവും പകലും ഉറക്കമൊളിച്ചിരുന്ന് ആ രോഗിയെ രക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന മുഖ്യമന്ത്രി. ആളൂരിൽ ബാറിൽ നിന്ന് 86,000-ഓളം രൂപ മോഷ്ടിച്ച കേസിൽ മുൻ അക്കൗണ്ടിനെ തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ആളൂർ കല്ലട ഹോളിഡേ ഇൻ ബാറിൽ നിന്ന് 85,400 രൂപ മോഷ്ടിച്ച കേസിൽ ബാറിലെ മുൻ അക്കൗണ്ടിനെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് മുതുപ്പല്ലൂർ ചെല്ലപ്പടി സ്വദേശി കൃപദാസാണ് പിടിയിലായത്. 3 മാസത്തോളം ബാറിൽ ജോലി ചെയ്തിരുന്ന ഇയാൾ മോഷണത്തിന് ശേഷം ഒളിവിൽ പോവുകയായിരുന്നു. 2026 ജൂൺ 13 പുലർച്ചെ 1:15 ബാറിലെ അക്കൗണ്ട് റൂമിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രതി മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പണം കവരുകയായിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ തമിഴ്നാട്ടിലെ ചെന്നൈക്ക് സമീപമുള്ള തിരുമുല്ലൈ വായൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തു വരുന്നതിനിടയിലാണ് അന്വേഷണ സംഘം പിടികൂടിയത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താനേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. വാർത്താനേരം തുടരുന്നു. തന്നെ ആദരിക്കുന്നതിൽ മൊമെന്റോ ഒഴിവാക്കണമെന്നും പകരം കുട്ടികൾക്ക് കളിക്കാനുള്ള ഫുട്ബോൾ ഉൾപ്പെടെയുള്ളവ പരിഗണിക്കണമെന്നും മന്ത്രി OJ ജനീഷ് പറഞ്ഞു. പൊയ്യ പഞ്ചായത്ത് സംഘടിപ്പിച്ച നവപ്രതിഭ പുരസ്കാരം എന്ന സ്കൂളിലേക്ക് ഫുട്ബോൾ നൽകുന്നതിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആദരവായി 10 രൂപയുടെ ഫണ്ട് ലഭിച്ചാലും അത് കുട്ടികൾക്ക് നൽകാൻ കഴിയുമെന്നും പുസ്തകമായിട്ടും സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കുട്ടികൾക്ക് കളിക്കാനുള്ളവ ലഭിച്ചാൽ അത് പ്രയോജനപ്പെടുത്തുമെന്നും ഇക്കാര്യം സംഘാടകർ പരിഗണിക്കണമെന്നും മന്ത്രി പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ, സ്ഥിരം സമിതി അംഗങ്ങളായ ലിസി ജോൺ, ഷൈബു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടകാമ്പൽ ഭഗവതി ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടന്നു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രത്തിന് പുറത്ത് മേൽശാന്തി കേശവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ഗജപൂജയും ആനയൂട്ടും നടന്നത്. കൊമ്പന്മാരായ കാളിയാർമഠം ശ്രീധരൻ, പീച്ചിൽ രാജീവ്, കൊളക്കാടൻ ഗണപതി, പുതിർക്കോവിൽ പാർത്ഥസാരഥി, പിടിയാനയായ തൊട്ടേക്കാട്ട് കുഞ്ഞിലക്ഷ്മി അടക്കം 5 ആനകൾ ഊട്ടിൽ പങ്കെടുത്തു. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് സുദീപ് കുമാർ, സെക്രട്ടറി സഞ്ജയ് രാധാകൃഷ്ണൻ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. മാരാങ്കോട് പ്രദേശത്ത് കുടിൽകെട്ടി താമസിക്കുന്ന അരയേക്കാപ്പ് ബീരാൻകുടി ഉന്നതിയിലെ ആദിവാസികളുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ 10 ദിവസത്തിനകം തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരുമെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. മാരാങ്കോട് ചേർന്ന ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടിസ്ഥാന വിഭാഗങ്ങളെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണമെന്ന് സനീഷ് കുമാർ MLA യോഗത്തിൽ ആവശ്യപ്പെട്ടു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൗലോസ്, പഞ്ചായത്ത് പ്രസിഡന്റ് സുനന്ദ നാരായണൻ, ചാലക്കുടി DFO MA വെങ്കിടേശൻ, തഹസിൽദാർ KA ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട 3 പിടിക റോഡിൽ സ്വകാര്യ ബസും എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബസും കൂട്ടിയിടിച്ച് 14 പേർക്ക് പരിക്കേറ്റു. മാള ഇരിങ്ങാലക്കുട റൂട്ടിൽ സർവീസ് നടത്തുന്ന കീർത്തന എന്ന സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മുന്നിലുണ്ടായിരുന്ന സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് ബസിന്റെ പിന്നിലിടിക്കുകയായിരുന്നു. സ്വകാര്യ ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്ന് ഡ്രൈവർ അറിയിച്ചു. അപകടത്തിൽ പരിക്കേറ്റ സ്വകാര്യ ബസിലെ 10 പേരെയും കോളേജ് ബസിലെ 4 പേരെയും ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഇരിങ്ങാലക്കുട 3 പിടിക റൂട്ടിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുത്തു. എരുമപ്പെട്ടി കുണ്ടന്നൂർ തൃക്കണപതിയാരത്ത് നിയന്ത്രണം വിട്ട പിക്കപ്പ് വാഹനം ചായക്കടയിലേക്ക് ഇടിച്ചു കയറി മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. കുണ്ടന്നൂർ തലശ്ശേരി പാതയിൽ വരവൂർ ഭാഗത്തു നിന്ന് വരികയായിരുന്ന വാഹനമാണ് റോഡരികിലെ ചായക്കടയിലേക്ക് ഇടിച്ചു കയറിയത്. ചായ കുടിക്കാനെത്തിയ മണി, ജീവനക്കാരൻ അരവിന്ദാക്ഷൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ നാട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തട്ടുകട പൂർണ്ണമായും തകർന്നു. സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനം പിക്കപ്പ് വാനിന്റെ അടിയിൽപ്പെട്ട് കേടുപാടുകൾ സംഭവിച്ചു. മരത്താക്കര കുഞ്ഞനമ്പാറയിൽ ടിപ്പർ ലോറിക്ക് പുറകിൽ KSRTC ബസ് ഇടിച്ച് 9 പേർക്ക് പരിക്കേറ്റു. KSRTC ബസ് യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പുതുക്കാട് ഭാഗത്തു നിന്നും മണ്ണുത്തിയിലേക്ക് പോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ടിപ്പർ ലോറി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതിനെ തുടർന്ന് പുറകിലൂടെ വന്നിരുന്ന KSRTC ബസ് ഇടിക്കുകയായിരുന്നു. കുന്നംകുളം ആർത്താറ്റ് പെട്രോൾ പമ്പിനു സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് പരിക്ക്. ചാലിശ്ശേരി സ്വദേശി രാഹുലിനാണ് പരിക്കേറ്റത്. കുന്നംകുളത്തു നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് എതിർദിശയിൽ നിന്നും വരുന്ന മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു.
ടോറസ് ലോറിയും മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടം നടന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. അപകടത്തെ തുടർന്ന് പരിക്കേറ്റ രാഹുലിനെ കുന്നംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം പോലീസ് നടപടികൾ സ്വീകരിച്ചു. തിരുവില്ലാമലയിലെ വളം ഡിപ്പോയിൽ മോഷണം. സ്ഥാപനത്തിൽ മേശപ്പുറത്ത് സൂക്ഷിച്ചിരുന്ന ബാഗിൽ നിന്ന് 1 ലക്ഷം രൂപ കവർന്നു. രാവിലെ കട തുറന്നയുടൻ പുൽനാശിനി ആവശ്യപ്പെട്ട് ഒരാൾ കടയിലേക്ക് എത്തിയിരുന്നു. വ്യാപാരിയുടെ ശ്രദ്ധ തിരിച്ച് മേശപ്പുറത്തിരുന്ന ബാഗിൽ നിന്നും ഇയാൾ പണം തട്ടിയെടുക്കുകയായിരുന്നു. പ്രദേശത്തെയും കടയിലെയും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിക്കായി പഴയന്നൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM ജില്ലാ സെക്രട്ടറിക്ക് കോടതി നോട്ടീസ്. നിയമ ദുരുപയോഗത്തിലൂടെ പാർട്ടിയെ അടിച്ചമർത്താനുള്ള കേന്ദ്ര നീക്കമാണെന്ന് CPM. ജനകീയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ ജില്ലാ കമ്മിറ്റി. കരുവന്നൂർ കേസിൽ ED നൽകിയ കുറ്റപത്രത്തിലെ 68ാം പ്രതിയാണ് CPM. നിലവിൽ ജില്ലാ സെക്രട്ടറി കേസ് പരിഗണിക്കുന്ന കൊച്ചിയിലെ PMLA കോടതിയിൽ ചൊവ്വാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. ചരിത്രത്തിലാദ്യമായാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാക്കുന്നത്. ഇതിനായി നിയമ ദുരുപയോഗമാണെന്നാണ് അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തി കേന്ദ്രം നടത്തുന്നതെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തളിക്കുളത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയെ കാണാതായി. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് എടത്തുരുത്തി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ ആനയൂട്ട് ഭക്തി നിർഭരമായി നടന്നു. വാടാനപ്പള്ളിയിൽ കുടുംബത്തിനെതിരെ മന്ത്രവാദം ചെയ്തെന്ന് ആരോപിച്ച് അമ്മയെ ആക്രമിച്ചു, കൈ തല്ലിയൊടിച്ച കേസിൽ മകൻ അറസ്റ്റിൽ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക ദിനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.